നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഉപകാരപ്പെടുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഏതൊരു സംശയത്തിനും നമ്മൾ എപ്പോഴും തേടുന്ന ഒരു ആശ്രയമാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്തതിനെ പറ്റിയുള്ള റിസൾട്ടുകൾ കിട്ടാറില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ ചിലപ്പോൾ കിട്ടാറില്ല. പക്ഷേ ആ ഒരു സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ആ ഒരു ഗൂഗിൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ചിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സും ഒക്കെ അടങ്ങുന്ന ഒരു ഗൂഗിൾ സെർച്ച് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട. ഇത് നിങ്ങളിത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടിപ്സൊക്കെ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഗൂഗിൾ സെർച്ചിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. അതായത് കുറച്ച് സത്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും ഒന്നാമത്തേതെന്ന് പറയുന്നത് ഗൂഗിൾ ഒരു ഫുൾ സെർച്ച്, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഫുൾ ലെങ്ത് ആ ഒരു ഗൂഗിൾ നമുക്ക് കൺസിഡർ ചെയ്യും. അതിനകത്തെ കീവേഡുകൾ ഒന്നും തന്നെ ഗൂഗിൾ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കത്തില്ല. എല്ലാ വാക്കുകളും തന്നെ ആ ഒരു സെർച്ചിനകത്ത് ഉപയോഗപ്പെടുത്തും. പിന്നെ ഉപേക്ഷിക്കുന്ന കുറച്ച് ചെറിയ വാക്കുകളാണ് ചെറിയ വാക്കുകളൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം മെയിൻ ആയിട്ടുള്ള കീവേഡ്, നിങ്ങൾ വലിയൊരു സെൻറ്റൻസ് എഴുതിയാൽ അതിനകത്തെ വലിയ കീവേഡുകളെല്ലാം ഗൂഗിൾ സെർച്ചിനായിട്ട് എടുക്കുമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗൂഗിൾ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് അല്ല. അതായത് നിങ്ങളിപ്പോൾ 3 എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ ഇപ്പോൾ നിങ്ങൾ T ക്യാപിറ്റൽ എഴുതി ബാക്കി സ്മോൾ എഴുതിയാലും, ഫുൾ ക്യാപിറ്റൽ എഴുതിയാലും, ഫുൾ സ്മോൾ എഴുതിയാലും, എങ്ങനെ എഴുതിയാലും നിങ്ങൾ ആ ഒരു വേർഡ് മാത്രമാണ് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നത്. അത് സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്നൊന്നും ഗൂഗിൾ നോക്കത്തില്ല. അത് മൊത്തം എന്താണ് വാക്കെന്ന് മാത്രമേ ഗൂഗിൾ നോക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ കേസ് സെൻസിറ്റീവ് അല്ല. അതുപോലെ തന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് ഗൂഗിൾ സിംഗുലറും പ്ലൂറലും രണ്ടായിട്ടാണ് എടുക്കുക. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനവും ബഹുവചനവും രണ്ടായിട്ടാണ് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആപ്പിൾസ് എന്നും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള റിസൾട്ട് കിട്ടാനാണ് സാധ്യത. അങ്ങനെയുള്ള സൈറ്റുകളുണ്ടെങ്കിൽ ആപ്പിളിന് വേറെ റിസൾട്ടും ആപ്പിൾസ് എന്ന് പറയുന്നതിന് വേറെ റിസൾട്ടും വരും. ഇതാണ് സിംഗുലറും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ഓർഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്ത് അതിന് 4 വാക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു 4 വാക്കിൽ നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്ത വാക്കിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, രണ്ടാമത്തെ വാക്കിന് കുറച്ചുകൂടെ കുറയും. അങ്ങനെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ആ ഒരു വേർഡിനായിരിക്കും ഏറ്റവും കുറഞ്ഞ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് വേർഡിന് ഏറ്റവും കൂടിയ ഇമ്പോർട്ടൻസും ഏറ്റവും ലാസ്റ്റ് എഴുതിയ വേർഡിന് ഏറ്റവും കുറഞ്ഞ ഇമ്പോർട്ടൻസും ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മെയിനായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ ഏറ്റവും ആദ്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉള്ള സെർച്ച് റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ അടുത്ത 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ വാക്കുകൾ ഗൂഗിൾ ഒഴിവാക്കുക. അതായത് ഓഫ്, ആന്, വെന്ന്, ഹൗ അങ്ങനെയുള്ള ചെറിയ വാക്കുകൾ, അതായത് വലിയ കീവേഡുകൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൗ അങ്ങനെയുള്ള പല വാക്കുകളും ഗൂഗിൾ ഉപേക്ഷിക്കും. അപ്പോൾ അതും ഉൾപ്പെടുത്താൻ വഴിയുണ്ട്, നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഗൂഗിളിൻ്റെ ആ ഒരു സെർച്ചിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ടിപ്സ് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിലായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചില ടിപ്സുകൾ നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മെയിനായിട്ട് സെർച്ച് കഴിയുമ്പോൾ നിങ്ങൾ കീവേഡുകൾ, അതായത് ആ ഒരു സെർച്ചിൽ വരേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ എന്ന കമ്പനിയെക്കുറിച്ച് അറിയണമെങ്കിൽ ആപ്പിൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ എന്ന് പറഞ്ഞ പഴത്തിനെക്കുറിച്ച് കിട്ടും, ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പക്ഷേ അത് നമുക്ക് ആപ്പിളിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് വാക്കുകൾ ചേർക്കാം. അങ്ങനെ ഒരുപാട് വാക്കുകളൊക്കെ ചേർക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത്, ആ ഒരു കിട്ടേണ്ട വാക്കിൻ്റെ ആ ഒരു കിട്ടേണ്ട കീവേഡ് മാത്രം നിങ്ങൾ സെർച്ചിൽ ഉൾപ്പെടുത്താൻ മതി. ആ ഒരു കീവേഡാണ് മെയിനായിട്ട് ഗൂഗിൾ പരിശോധിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കീവേഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പിളിൽ നിന്ന് കിട്ടിയാൽ പോരാ, ആപ്പിൾ കമ്പനി എന്ന് തന്നെ കിട്ടണമെങ്കിൽ ആപ്പിൾ കമ്പനിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുക്കുക. ആ ഡബിൾ കോട്ട്സ് ഇട്ടതിന് ശേഷം ആപ്പിൾ കമ്പനി എന്ന് എഴുതുക, വീണ്ടും ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. അങ്ങനെ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ കമ്പനി എന്ന് വരുന്ന സെർച്ചുകളായിരിക്കും, അത് രണ്ടും കൂടി വരുന്ന സെർച്ചുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് ഒന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു 2 വാക്കുകൾ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി. അതായത് ഓർ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം, ഇത് അല്ലെങ്കിൽ അത്, അങ്ങനെ 2 കീവേഡ് നമുക്ക് ചിലപ്പോൾ സെർച്ച് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ യാഹു അല്ലെങ്കിൽ ഗൂഗിൾ, ജിമെയിൽ അല്ലെങ്കിൽ ഇമെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന വാക്ക് നമ്മളിപ്പോൾ ജിമെയിൽ ആൻഡ് ഇമെയിലിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജിമെയിൽ ഇമെയിലിന് വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടിനും ഉള്ള സെർച്ച് റിസൾട്ട് വരും. കാരണം ഗൂഗിൾ ഡീഫോൾട്ടായിട്ട് ആൻഡ് എന്ന് പറയുന്ന ബൂളിയൻ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരെ കൂടുതലായിട്ടൊന്നും ചിന്തിക്കൊന്നും വേണ്ട. നിങ്ങൾ 2 വാക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അത് രണ്ടും കൂടിയുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് രണ്ടും കൂടിയല്ല, അതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതിയെങ്കിൽ അത് രണ്ടായിട്ട് കിട്ടണമെങ്കിൽ ഓർ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അതിൻ്റെ ഇടയ്ക്ക് ചേർക്കണം. ഇപ്പോൾ ഗൂഗിൾ ഓർ
യാഹു എന്ന് ചേർക്കുക. ആ ഒരു ഓറിന് പകരം നിങ്ങൾക്ക് ആ ഒരു സ്ലാഷ്, ആ ഒരു പൈപ്പ് സിമ്പിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ കാണിച്ചു തരാം. അത് അല്ലെ ഓർ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്പിൻ്റെ കൂടെ തന്നെ ആ ഒരു കീവേഡ് സെർച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സംവിധാനം കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു കീവേഡ് എഴുതുക. കീവേഡിൻ്റെ ഡബിൾ കോഡ്സ് ഇട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കീവേഡ് എഴുതിയതിന് ശേഷം തൊട്ടപ്പുറത്ത് ഒരു റൗണ്ട് ബ്രാക്കറ്റിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കീവേഡ് ഓർ അടുത്ത കീവേഡ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെർച്ച് റിസൾട്ട് ആസ്പദമാക്കി ഇത് രണ്ടും ഓർ ആക്കി വരുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ ആ റിസൾട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം സെർച്ചിൽ നിന്നും ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു, അതിൽ നിന്നും ഒരു പ്രത്യേക കാര്യം മാത്രം വരരുത്. ആ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചുള്ള റിസൾട്ട് വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വാക്കിന്, ആ ഒരു കീവേഡിന് തൊട്ട് മുമ്പ് ഒരു മൈനസ് സിമ്പൽ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ എന്ന് വരുന്ന സൈറ്റുകൾ റിസൾട്ട് കിട്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതൊരു കീവേഡ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഗൂഗിൾ എഴുതുക, അല്ലെങ്കിൽ ഗൂഗിൾ എഴുതാമെന്ന് വയ്ക്കുക. അപ്പോൾ ഗൂഗിൾ എഴുതുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ തൊട്ട് മുമ്പ് ഒരു മൈനസ് സിമ്പിൾ ഇടുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗൂഗിൾ എന്ന് പറയുന്ന ആ ഒരു കീവേഡ് ഗൂഗിൾ പരിഗണിക്കില്ല. പകരം ബാക്കിയുള്ള കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സെർച്ച് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ആ ഒരു മൈനസ് സിമ്പിൾ വർക്കാകുന്നത്. ഗൂഗിൾ മാത്രം നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ അങ്ങനെ മൈനസ് ഉപയോഗിക്കേണ്ട സാഹചര്യം വരും. ഉള്ള കീവേഡ് വേണം ചെയ്യണം, പക്ഷേ ഇതിലൊരു വാക്ക് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ വേണമെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് നമ്മളുടെ ഫാക്റ്റ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, നമുക്ക് ഗൂഗിൾ ആണെങ്കിൽ ചെറിയ ചെറിയ വാക്കുകൾ ഉപേക്ഷിക്കും. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ മെയിൻ കീവേഡ് അല്ലാതെ ഹൗ, ഈഫ്, ആന്, വേറെന്ന് പറയുന്ന ചെറിയ ചെറിയ വാക്കുകളെല്ലാം ഗൂഗിൾ ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിക്കാതിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും അത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു പ്ലസ് സിമ്പിൾ ആഡ് ചെയ്താൽ മാത്രം മതി. അതിന് നിങ്ങൾക്ക് ആ ഒരു വാക്കിന് തൊട്ട് മുമ്പ് പ്ലസ് എന്ന് പറഞ്ഞ ചിഹ്നം കൊടുക്കുക. അതിനുശേഷം എഴുതുക. ഇപ്പോൾ ഗൂഗിൾ എന്നുള്ളതിന് പകരം ഇപ്പോൾ ദ ഗൂഗിൾ എന്ന് എഴുതണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്ലസ് ഇടുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്പേസ് ഒന്നും വേണ്ട, പ്ലസ് ദ എന്ന് എഴുതുക. എന്നിട്ട് സ്പേസ് ഇട്ട് ഗൂഗിൾ എന്ന് എഴുതിയാൽ ആ ഒരു ദ എന്ന് പറഞ്ഞ വാക്ക് ഗൂഗിൾ ഉപേക്ഷിക്കത്തില്ല. ആ വാക്കും കൂടെ ഇതിൻ്റെ കൂടെ കീവേഡായിട്ട് യൂസ് ചെയ്യും. അതാണ് അടുത്ത ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് ഫോഴ്സ് ആയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം കൂടെ ഒരുമിച്ച് അതിനകത്തേക്ക് ആഡ് ആവുന്നതായിരിക്കും. അടുത്ത അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് സിനോണിംസ് എന്ന് ആണ് അതിൻ്റെ പറയുന്നത്. അതിൻ്റെ കൃത്യം പറയുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, സിനോണിംസ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ടിൽഡ് എന്ന് പറയുന്നൊരു സിമ്പിളുണ്ട്. ആ ഒരു സിമ്പിൾ ഞാൻ കാണിച്ചു തരാം. ആ ഒരു ടിൽഡ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കീവേഡിൻ്റെ അവസാനം ഈ ഒരു ടിൽഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാക്കിനെ പറ്റി മാത്രമല്ല ആ ഒരു വാക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങളിപ്പോൾ എന്താ പറയുക എയ്പ് സെർച്ച് അല്ലെങ്കിൽ കുരങ്ങിൻ്റെ ഒരു ഫാമിലിയെ പറ്റി സെർച്ച് ചെയ്താൽ പോലും ആ ഒരു കുരങ്ങിൻ്റെ ഫുൾ ഹിസ്റ്ററി, അവരുടെ ബാക്കിയുള്ള സംഭവങ്ങൾ, അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് തരത്തിലുള്ള സ്പീഷീസുകൾ, അങ്ങനെ ആ ഒരു വാക്കിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു കീവേഡിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു പ്രത്യേക സെർച്ച് മാത്രമല്ല, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെടുന്ന സകല സെർച്ചുകളും ഈ ഒരു നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്ത് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ഗൂഗിളിനകത്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള സെർച്ച് റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഒരു കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കീവേഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ ഗൂഗിളിനകത്ത് വരത്തുള്ളൂ. അതാണ് ആ ഒരു ഗൂഗിളിൻ്റെ സെർച്ച് ടെക്നിക്ക് എന്ന് പറയുന്നത്. ആ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ ആ ഒരു വാക്കിനെ പറ്റിയുള്ള ഫുൾ കാര്യങ്ങളും അതിനെപ്പറ്റി ചുറ്റും ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരണമെങ്കിൽ ഒരു ടിൽഡ് സിമ്പിൾ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാക്കിനെ പറ്റിയുള്ള ഫുൾ കാര്യങ്ങളും ആ ഒരു വാക്കിനെ ബന്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് റിസൾട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അതാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അടുത്ത ആറാമത്തെ ടിപ്പാണ് ഒരു നമ്പർ റേഞ്ച്. ഇപ്പോൾ നമുക്ക് ഇത്ര നമ്പർ മുതൽ ഇത്ര നമ്പർ വരെയുള്ള റിസൾട്ട് കിട്ടണം. ഞങ്ങളിപ്പോൾ ലാപ്ടോപ്പ് ഒന്ന് സെർച്ച്, അതിനുശേഷം 50,000 രൂപയ്ക്കും 70,000 രൂപയ്ക്കും ഇടയ്ക്കുള്ള ലാപ്ടോപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ഡബിൾ ഡോട്ട് സിമ്പിൾ നമ്മളിവിടെ ഇടുക. ഇപ്പോൾ ലാപ്ടോപ്പ് എന്ന് എഴുതുക, അതിനുശേഷം സ്പേസ് ഇട്ടിട്ട് 50,000 മുതൽ 70,000 വരെ ആണെങ്കിൽ 50,000 ഇട്ടിട്ട് ഡബിൾ ഡോട്ട് ഇടുക. അതിനുശേഷം 70,000 എന്ന് എഴുതുക. അപ്പോൾ 50,000 മുതൽ 70,000 വരെ റേഞ്ച് വരുന്ന ലാപ്ടോപ്പ് നമുക്ക് സെർച്ച് റിസൾട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഡബിൾ ഡോട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടുകൊണ്ട് അതിങ്ങനെ ഈ ഒരു റേഞ്ച് മുതൽ ആ ഒരു റേഞ്ച് വരെ എന്ന് ഗൂഗിളിനോട് പറയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മാത്രമല്ല മിനിമം റേഞ്ചും മാക്സിമം റേഞ്ച് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലാപ്ടോപ്പ് എന്ന് എഴുതി സ്പേസ് ഇട്ടതിന് ശേഷം 50,000 എന്ന് എഴുതിയിട്ട് 2 ഡോട്ട് ഇട്ടിട്ട് സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം വെക്കുന്നില്ല, 50,000 തുടങ്ങണം. 50,000 മിനിമം. അങ്ങനെയാണെങ്കിൽ 50,000 മിനിമം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മൊത്തം റേഞ്ച് വരുന്ന ലാപ്ടോപ്പ് നിങ്ങൾക്ക് റിസർച്ച് ആയിട്ട് കിട്ടുന്നതാണ്. അല്ലാതെ നമുക്കിപ്പോൾ മാക്സിമമാണ് വെക്കേണ്ടത്. ഓക്കെ, 50,000 താഴെയാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എന്ന് എഴുതുക, സ്പേസ് ഇടുക, 2 ഡോട്ട് ഇടുക, അതിനുശേഷം 50,000 എഴുതുക. അപ്പോൾ ആ ഒരു 50,000 മാക്സിമം ആക്കി വെച്ചതിന് ശേഷം 50,000 താഴേക്കുള്ള ഫുൾ റേഞ്ച് വരുന്ന ലാപ്ടോപ്പ് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്പർ റേഞ്ച് കിട്ടാനായിട്ട് മാക്സിമം മിനിമം വയ്ക്കാം. ഒരു ഡബിൾ കോഡ്സിൻ്റെ വലത് സൈഡിലുള്ളത് മാക്സിമം, ലെഫ്റ്റ് സൈഡിലുള്ളത് അതിൻ്റെ മിനിമം ആയിരിക്കും. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്പർ റേഞ്ച് വെച്ച് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള കുറച്ച് ഫാക്ട്സും അതുപോലെ തന്നെ കുറച്ച് ടിപ്സും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് നമ്മളെല്ലാവരും അറിയിക്കാം. അപ്പോൾ നല്ല ഒരു കമൻറ്റ് ഞാൻ ഉറപ്പായിട്ട് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൽ നല്ല അടിപൊളി വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ടെലഗ്രാം ബോട്ടിൻ്റെ വീഡിയോസ് കാത്തിരുന്നവർക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുക. അപ്പോൾ ചെറിയൊരു സംഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ടെലഗ്രാമിൻ്റെ ബോട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും